വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കലാകായികം, സാഹിത്യം, വിദ്യാഭ്യാസം, പത്രങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന SCERT ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകളും CBSE ക്ലാസ്സുകളും NCERT ക്ലാസ്സുകളും അതുപോലെ തന്നെ PSC പരീക്ഷകളിൽ കഴിഞ്ഞ പരീക്ഷകളിൽ ആവർത്തിച്ച PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങളും PSC SCERT പാഠഭാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു പോർഷനാണ് സ്ഥാപനങ്ങളും സ്ഥാപകരും. എപ്പോഴും ചോദിക്കാറുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. ഏതൊരു PSC പരീക്ഷയും പോകുന്നതിന് മുമ്പ് ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു ഭാഗം കാണാതെ പോകരുത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇടുന്നതായിരിക്കാം. പക്ഷേ ഇതിൽ നിന്നുള്ള മെയിൻ പോയിൻറ്റ്സ് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സ്ഥാപനങ്ങൾ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ചോദിക്കാറുണ്ട് അല്ലേ. ചേരുംപടി ചേർക്കുക എന്ന് പറയുന്നതിലും അല്ലാന്നുണ്ടെങ്കിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നതിലൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? വില്യം ജോൺസ് ആണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്. ഇനി കൽക്കട്ട മദ്രസയുടെ സ്ഥാപകൻ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. കൽക്കട്ട മദ്രസയുടെ സ്ഥാപകർ വാറൻ ഹേസ്റ്റിങ്സ്. ബനാറസ് സംസ്കൃത കോളേജ് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ബനാറസ് സംസ്കൃത കോളേജ് ആരാണ്? ജനാർദൻ ഡങ്കന്റെ സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത്? ബനാറസ് സംസ്കൃത കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസ്, കൽക്കട്ട മദ്രസ വാറൻ ഹേസ്റ്റിങ്സ്, ബനാറസ് സംസ്കൃത കോളേജ് ജനാർദൻ ഡങ്കൻ. അപ്പോൾ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസ്, കൽക്കട്ട മദ്രസ വാറൻ ഹേസ്റ്റിങ്സ്, ബനാറസ് സംസ്കൃത കോളേജ് ജനാർദൻ ഡങ്കൻ. നമ്മളെ പഠിച്ച് ഈ ഒരു ക്ലാസ്സിലൂടെ തന്നെ പഠിച്ചു പോകാനായിട്ട് എല്ലാവരും ശ്രമിക്കുക കേട്ടോ. നെക്സ്റ്റ്, എല്ലാ PSC പരീക്ഷകളിലും ചോദിക്കുന്ന ഒരു ഭാഗമാണ് അല്ലേ. പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതുമായി ബന്ധപ്പെട്ട പരിഷ്കർത്താക്കളും ആരാന്ന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആര്യസമാജത്തിന്റെ പരിഷ്കർത്താവ് ആരാണ്? ആര്യസമാജം സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ആര്യസമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അതിൻ്റെ ആശയങ്ങൾ ഏതൊക്കെയായിരുന്നു? വിഗ്രഹാരാധന, ശൈശവിവാഹം എന്നിവയെ എതിർത്തത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യസമാജത്തിലൂടെ വിഗ്രഹാരാധന, ശൈശവിവാഹം എന്നിവയെ എതിർത്തത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അപ്പോൾ ആര്യസമാജത്തിന്റെ പരിഷ്കർത്താവ് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. വിഗ്രഹാരാധന, ശൈശവിവാഹം എന്നിവയെ എതിർത്തു. ഇനി രാമകൃഷ്ണ മിഷൻ ആരുടെയാണ്? സ്വാമി വിവേകാനന്ദനെയാണ്. രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദനെയാണ്. ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു ഇതിലൂടെ. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചതും സ്വാമി വിവേകാനന്ദൻ ആണ്. അപ്പോൾ രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദനെയാണ്. ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു. സ്വാതന്ത്ര്യം, സമത്വം, സ്വാതന്ത്ര്യ ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. നെക്സ്റ്റ്, അലിഗഡ് പ്രസ്ഥാനം ആരുടെയാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാനിയാണ്. അലിഗഡ് പ്രസ്ഥാനം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായിട്ട് വാദിച്ചത് ആരാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാനാണ്. അപ്പോൾ അലിഗഡ് പ്രസ്ഥാനത്തിലൂടെ സർ സെയ്ദ് അഹമ്മദ് ഖാനാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായിട്ട് വാദിച്ചത്. നെക്സ്റ്റ്, പ്രാർത്ഥനാ സമാജം ആരുടെയാണ്? പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗിൻ്റെയാണ്. പ്രാർത്ഥനാ സമാജം. മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായിട്ട് നിലകൊണ്ടതാണ് പ്രാർത്ഥനാ സമാജം. പ്രാർത്ഥനാ സമാജം എപ്പോഴും ചോദിക്കുന്നതുണ്ടോ. അപ്പോൾ മിശ്രഭോജനം, അതുപോലെ തന്നെ മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായിട്ട് നിലകൊണ്ടതാരാണ്? ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജത്തിലൂടെ. നെക്സ്റ്റ്, തിയോസഫിക്കൽ സൊസൈറ്റി ആരുടേതാണ്? ആനി ബസന്റിന്റെയാണ് തിയോസഫിക്കൽ സൊസൈറ്റി. ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാനത്തിനായിട്ട് നിലകൊണ്ടു അല്ലേ. ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാനത്തിനായിട്ടാണ് തിയോസഫിക്കൽ സൊസൈറ്റി നിലകൊണ്ടത്. നെക്സ്റ്റ്, ഹിതകാരണി സമാജം ആരുടെയാണ്? വീരേശലിംഗം പന്തലുവിന്റെയാണ്. വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായിട്ടാണ് പ്രചാരണം നടത്തിയത്. ഹിതകാരണി സമാജത്തിലൂടെയാണ് വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായിട്ട് പ്രചാരണം നടത്തി.
നെക്സ്റ്റ് സത്യശോധക് സമാജം ആരുടേതാണ്? ജ്യോതിബ ഫുലെയുടെയാണ് അല്ലേ? ജ്യോതിബ ഫുലെയുടെയാണ് സത്യശോധക് സമാജം. ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു. അതുപോലെ പിന്നോക്ക വിഭാഗക്കാർക്കായിട്ട് വിദ്യാലയങ്ങൾ ആരംഭിച്ചു. ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു. പിന്നോക്ക വിഭാഗക്കാർക്കായിട്ട് വിദ്യാലയങ്ങൾ ആരംഭിച്ചതും സത്യശോധക് സമാജത്തിലൂടെ ജ്യോതിബ ഫുലെയാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്വാഭിമാന പ്രസ്ഥാനം എപ്പോഴും ചോദിക്കുന്നതാണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. സ്വാഭിമാന പ്രസ്ഥാനം ഇ.വി. രാമസ്വാമി നായ്ക്കറുടെയാണ്. സ്വാഭിമാന പ്രസ്ഥാനം ഇ.വി. രാമസ്വാമി നായ്ക്കർ ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തത് ഇതിലൂടെയാണ്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. ജാതി വ്യവസ്ഥയും ദുരാചാരങ്ങളെയും എതിർത്തു. പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായിട്ട് നിലകൊണ്ടു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആര്യ സമാജം ആരുടേതാണ്? സ്വാമി ദയാനന്ദ സരസ്വതി വിഗ്രഹാരാധന, ശൈശവിവാഹം എന്നിവയെ എതിർത്തു. രാമകൃഷ്ണ മിഷനോ? സ്വാമി വിവേകാനന്ദന്റെ ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു. അലിഗഡ് പ്രസ്ഥാനം സർ സെയ്ദ് അഹമ്മദ് ഖാൻ ചോദിക്കാറുണ്ട് കേട്ടോ. അലിഗഡ് പ്രസ്ഥാനം സർ സെയ്ദ് അഹമ്മദ് ഖാനെയാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായിട്ട് വാദിച്ചു. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടു. തിയോസോഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ് ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാനത്തിനായിട്ട് നിലകൊണ്ടു. ഹിതകാരണി സമാജം വീരേശലിംഗം പന്തലു വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരണം നടത്തി. സത്യശോധക് സമാജം ജ്യോതിബ ഫുലെ ദുരാചാരങ്ങളും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു. പിന്നോക്ക വിഭാഗക്കാർക്കായിട്ട് വിദ്യാലയങ്ങൾ ആരംഭിച്ചു. സ്വാഭിമാന പ്രസ്ഥാനം ഇ.വി. രാമസ്വാമി നായ്ക്കർ ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ശ്രീനാരായണ ഗുരുവിനെ ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു. പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായിട്ട് നിലകൊണ്ടു. അപ്പോൾ ഇത്രയൊക്കെയാണ് എന്ത് വരുന്നത്? പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ പരിഷ്കർത്താക്കളും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ വരുന്നത്. അതുപോലെ ചോദിക്കുന്നൊരു ഭാഗമാണ് ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും അതുമായി നേതൃത്വം നൽകിയവരും ആരൊക്കെയെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. ഹിന്ദു സ്വദേശി മിത്രമാരുടേതാണ്? ജി സുബ്രഹ്മണ്യ അയ്യരുടെയാണ്. ഹിന്ദു സ്വദേശി മിത്രമാരുടേതാണ്? ജി സുബ്രഹ്മണ്യ അയ്യറിൻ്റെയാണ്. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ് എന്നിവരുടേതാണ്. അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ബോംബെ സമാചാർ ആരുടേതാണ്? ഫർദൂർജി മർസബാന്റെയാണ്. ബോംബെ സമാചാർ ഫർദൂർജി മർസബാൻ. കേസരി മറാത്ത ബാലഗംഗാധർ തിലക് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. കേസരി മറാത്ത ബാലഗംഗാധർ തിലക്. ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. ശ്യാം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെയാണ് ശ്യാം പ്രകാശ്. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആരുടേതാണ്? ആനി ബസന്റ്. യങ് ഇന്ത്യ ഹരിജൻ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ. യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി. അൽ ഹിലാൽ ആരുടേതാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെയാണ്. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായിയുടെയാണ് വന്ദേ മാതരം. നേഷൻ ആരുടേതാണ്? നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞത്. ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ. അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ മോത്തിലാൽ ഘോഷ്. ബോംബെ സമാചാർ ഫർദൂർജി മർസബാൻ. കേസരി മറാത്ത ബാലഗംഗാധർ തിലക്. ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. ശ്യാം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ കോമൺവെൽത്തിൻ്റെതാണ് യുനിസിസ് ആനി ബസന്റ്. യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായി. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. ഇതാണ് പ്രധാനപ്പെട്ട പത്രങ്ങളും അതുപോലെ അതിന് നേതൃത്വം നൽകിയ ആൾക്കാരും. ഇനി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കോഡ്സ് ആണോ. ഈ കോഡ്സ് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ് ആണ്. പാവപ്പെട്ടവനും പണക്കാരനും
വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയുമെന്ന് ആരാ പറഞ്ഞത്? കേശവ് ചന്ദ്ര സെൻ. കേശവ് ചന്ദ്ര സെൻ എന്താണ് പറഞ്ഞത്? പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായിട്ട് നിന്ന് അടിച്ചെറുക്കാനായിട്ട് അവർക്ക് കഴിയും. ഇനി വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണെന്ന് പറയുന്നത് ആരാണ്? വീരേശലിംഗം പന്തുലാണ് വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കുവാൻ അവർക്ക് കഴിയുമെന്ന് കേശവ് ചന്ദ്ര സെൻ. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണെന്ന് പറഞ്ഞത് ആരാണ്? വീരേശലിംഗം പന്തലു. അതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഏതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ആദ്യത്തെ വനിതാ സർവകലാശാല എവിടെയാണ്? ആദ്യത്തെ വനിതാ സർവകലാശാല മഹാരാഷ്ട്രയിലാണ്. ആദ്യത്തെ വനിതാ സർവകലാശാല എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് ആദ്യത്തെ വനിതാ സർവകലാശാല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് എവിടെയാണ് സ്ഥാപിച്ചതെന്ന് ചോദിക്കാറുണ്ട് അല്ലേ? എവിടെയാണ്? മഹാരാഷ്ട്രയിൽ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? DK കാർവെയാണ്. DK കാർവ മഹാരാഷ്ട്രയിലാണ് ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. ഈ ഒരു ചോദിക്കാറുണ്ട് 1916. അപ്പോൾ 1916 DK കാർവ മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. ആദ്യത്തെ വനിതാ സർവകലാശാല മഹാരാഷ്ട്രയിലാണ്. DK കാർവെയാണ് 1916 അത് സ്ഥാപിക്കുന്നത്. ഇനി കേരള കലാമണ്ഡലം എവിടെയാണ്? കേരള കലാമണ്ഡലം എവിടെയാണ്? തൃശ്ശൂരാണല്ലേ. തൃശ്ശൂർ അത് ആരാണ് സ്ഥാപിച്ചത്? മഹാകവി വെള്ളത്തോൾ നാരായണ മേനോനാണ്. മഹാകവി വെള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. ആരാണ്? വെള്ളത്തോൾ നാരായണ മേനോനാണ്. അതുപോലെ തന്നെ ചോദിക്കാറുണ്ട് വാർത്താ വിദ്യാഭ്യാസ പദ്ധതി ആരുടേതാണ്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായിരുന്നു അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. 1937 മഹാത്മാഗാന്ധി വാർത്താ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്ന പദ്ധതിയിലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായിരുന്നു ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അത് കൊണ്ടുവന്നത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. നയി താലി വിദ്യാഭ്യാസ പദ്ധതി ചോദിക്കാറുണ്ട്. നയി താലി വിദ്യാഭ്യാസ പദ്ധതി എന്തായിരുന്നു? ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകുവാനെന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചു. അപ്പോൾ നയി താലി വിദ്യാഭ്യാസ പദ്ധതി ആരുടേതാണ്? ഗാന്ധിജിയുടേതാണ്. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നും അത് മാതൃഭാഷയിലായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗാന്ധിജി വിഭാവനം ചെയ്ത ഈ വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലിം അല്ലെങ്കിൽ നൂതന വിദ്യാഭ്യാസം എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനമാണ്? 1937 വാർത്താ സമ്മേളനത്തിലാണ് ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കുവാനായിട്ട് ഡോക്ടർ സാക്കിർ ഹുസൈൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നയി താലി വിദ്യാഭ്യാസ പദ്ധതി 1937 വന്നത്. അതിനെ പഠിക്കുവാനായിട്ട് വാർത്താ സമ്മേളനം വാർധയിലായിരുന്നു INC സമ്മേളനം നടക്കുന്നത്. ഡോക്ടർ സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന ആളെ കമ്മിറ്റിയായിട്ട് നിയമിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ. അതുപോലെ തന്നെ ഈ താല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. അത് മാതൃഭാഷയിലായിരിക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ നയി താലം എന്ന് പറയുന്ന പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. സാഹിത്യവുമായി ബന്ധപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ ആനന്ദമഠം ആരുടേതാണെന്ന് ചോദിക്കാറുണ്ട്. ആനന്ദമഠം ആരുടേതാണ്? ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടേതാണല്ലേ. ആനന്ദമഠം എന്ന് പറയുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെയാണ്. വന്ദേ മാതരം എന്ന് പറയുന്ന ഗാനം എടുത്തിട്ടുള്ളത് ഇതിലൂടെയാണ്? ഈ ആനന്ദമഠത്തിലൂടെയാണല്ലേ വന്ദേ മാതരം എന്ന് പറയുന്ന ഗാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ ആനന്ദമഠം എന്ന് പറയുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടേതാണ്. അതുപോലെ തന്നെ ചോദിക്കാറുള്ളതാണ് ദീനബന്ധു മിത്ര രചിച്ചത് ഏതാണ്? നീൽ ദർപ്പൺ ആരുടേതാണെന്ന് ചോദിക്കാറുണ്ട്. ദീനബന്ധു മിത്രയുടെയാണ് നീൽ ദർപ്പൺ എന്ന് പറയുന്നത്. ദീനബന്ധു മിത്ര. ഓക്കെ. അതുപോലെ തന്നെ ഇന്ത്യൻ അസോസിയേഷൻ്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിക്കാറുണ്ട്. ഇന്ത്യൻ അസോസിയേഷൻ്റെ സ്ഥാപകൻ ആരാണ്? സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഇന്ത്യൻ അസോസിയേഷൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് സാഹിത്യവുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മൾ പറഞ്ഞത്? ആനന്ദമഠം എന്ന് പറയുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടേതാണ്. വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ഇതിലൂടെയാണ്. അതുപോലെ തന്നെ നീൽ ദർപ്പൺ എന്ന് പറയുന്നത് ദീനബന്ധു മിത്രയുടേതാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്നത് സുരേന്ദ്രനാഥ ബാനർജിയുടേതാണ്. അതുപോലെ തന്നെ ചോദിക്കാറുണ്ട് സാരേ ജഹാം സി അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് പറയുന്ന ഗാനം ആരുടേതാണ്? മുഹമ്മദ് ഇക്ബാലിൻ്റെയാണ്. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എന്ന് പറയുന്ന ആളെയാണ് സാരേ ജഹാം സി അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരയുടേതാണ് മുഹമ്മദ് ഇക്ബാലിൻ്റേതാണ്.
ഓക്കെ, അപ്പോൾ നമുക്കിനി കുറച്ച് കൃതികളും അതുമായി ബന്ധപ്പെട്ട എഴുത്തുകാരും ഭാഷകളും നമുക്ക് നോക്കാം. ചോദിക്കാറുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്യുന്നവർക്കറിയാം ഈ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരുന്നത് ഈ ഒരു ടേബിളിൽ നിന്നാണ്. ഓക്കെ, ഗോര ഗീതാഞ്ജലി എന്ന് പറയുന്നത് രവീന്ദ്രനാഥ ടാഗോറിനെയാണ്. ഗോര ഗീതാഞ്ജലി ആരുടേതാണ്? രവീന്ദ്രനാഥ ടാഗോറിനെയാണ്. ഭാഷ ഏതാണ്? ബംഗാളി ഭാഷയിലാണ് രചിച്ചത്. ഗോര ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ. ഇനി സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ ആരുടേതാണ്? പ്രേംചന്ദിൻ്റെതാണല്ലേ, ഹിന്ദി രചിച്ചിട്ടുള്ളതാണ്. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ പ്രേംചന്ദിൻ്റെ. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ പ്രേംചന്ദ്. പാഞ്ചാലി ശബ്ദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നിവ സുബ്രഹ്മണ്യ ഭാരതി തമിഴിൽ രചിച്ചതാണ്. പാഞ്ചാലി ശബ്ദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് സുബ്രഹ്മണ്യ ഭാരതി തമിഴിൽ രചിച്ച കൃതിയാണ്. ഓക്കെ, ഹയാത്തി സാദി, ഹയാത്തി ജവീദ്, ഹയാത്തി സാദി, ഹയാത്തി ജവീദ് അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു ഭാഷയിലെ അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു ഭാഷയിൽ രചിച്ചതാണ് ഹയാത്തി സാദി, ഹയാത്തി ജവീദ. നിബന്ധമാല, നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലിങ്കറിൻ്റെതാണ്. നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലിങ്കറിൻ്റെതാണ്. അതുപോലെ തന്നെ ഇത് മറാത്തി ഭാഷയിലാണ്, മറാത്തി ഭാഷയിലാണ്. ഇനി എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ വെള്ളത്തോൾ നാരായണ മേനോൻ്റെതാണ്, മലയാളത്തിലാണ് അല്ലേ. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പറഞ്ഞത്? ഗോര ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി ഭാഷയിൽ രചിച്ചു. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ പ്രേംചന്ദ് ഹിന്ദിയിൽ രചിച്ചു. പാഞ്ചാലി ശബ്ദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് സുബ്രഹ്മണ്യ ഭാരതി തമിഴിൽ രചിച്ചു. ഹയാത്തി സാദി, ഹയാത്തി ജവീദ് അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദുവിൽ രചിച്ചു. നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലിങ്കർ മറാത്തിയിൽ. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ വെള്ളത്തോൾ നാരായണ മേനോൻ മലയാളത്തിൽ രചിച്ചു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ചോദിക്കാറുള്ള ഒരു വരിയാണ് വരിക വരിക സഹചരി ആരുടേതാണ്? വരിക വരിക സഹചരി എന്ന് പറയുന്ന വരികൾ ആരുടേതാണ്? അംഷി നാരായണ പിള്ള രചിച്ചതാണ് വരിക വരിക സഹചരി. വരിക വരിക സഹചരി എന്ന് പറയുന്നത് ആരാണ്? അംഷി നാരായണ പിള്ളയുടേതാണ്. ഇനി നമുക്ക് കലയിൽ അല്ലേ, കലയുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. നമ്മൾ ഇത്ര നേരം വരെ പത്രത്തിനെയും അതുപോലെ തന്നെ നമ്മളെ കൃതികളെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? കലയെ കുറിച്ചിട്ടാണ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ചത് ആരാണ്? ചോദിക്കാറുണ്ട്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ചത് ആരാണ്? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ചത് ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ അല്ലേ, അബനീന്ദ്രനാഥ ടാഗോറാണ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ചത് അബനീന്ദ്രനാഥ ടാഗോറാണ്. അബനീന്ദ്രനാഥ ടാഗോറാണ്. എവിടെയാണ്? കൽക്കത്തയിലാണ് കേട്ടോ, കൽക്കത്തയിലാണ് സ്ഥാപിച്ചത്. അതുപോലെ തന്നെ നന്ദലാൽ ബോസിൻ്റെ എന്തൊക്കെയാണ്? നന്ദലാൽ ബോസ് എന്ന് പറയുന്നത് സതി എന്ന് പറയുന്ന ഒരു ശ്രദ്ധേയമായ ചിത്രമാണ് നന്ദലാൽ ബോസിൻ്റെ. അതുപോലെ തന്നെ എപ്പോഴും ചോദിക്കുന്നതാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടേതാണ്? നന്ദലാൽ ബോസിൻ്റെയാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസ്. 1938 ഹരിപുരയിൽ നടന്ന INCയിൽ ഈ സമ്മേളനത്തിൽ ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കോൺഗ്രസിനെ പോസ്റ്ററിന് ചിത്രമായിട്ട് ഇത് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പഠിച്ചു വെക്കാം. ഓക്കെ, രാജാ രവിവർമ്മയുടെ ചിത്രം കാളിദാസൻ്റെ ശകുന്തളത്തിൽ നിന്നുള്ള രംഗം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാരത് മാത എന്ന് പറയുന്ന ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സതി എന്ന് പറയുന്നത് നന്ദലാൽ ബോസിൻ്റെ ചിത്രമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ എപ്പോഴും ചോദിക്കുന്നതാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസിൻ്റേതാണെങ്കിൽ ഗ്രാമീണ ജീവിതം ആരുടേതാണ്? അമൃത ഷേർഗിലിനെയാണ് ഗ്രാമീണ ജീവിതം. അപ്പോൾ ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസ്, ഗ്രാമീണ ജീവിതം ആരുടേതാണ്? അമൃത ഷേർഗിൽ. നെക്സ്റ്റ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ഒരു വനിതയാണ് ആര്? മാഡം ഭിക്കാജി കാമ അല്ലേ, മാഡം ഭിക്കാജി കാമയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ആരായിരുന്നു? മാഡം ഭിക്കാജി കാമയാണ് ആദ്യമായിട്ട് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തിയത്. മാഡം ഭിക്കാജി കാമയാണ്. 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗാർട്ടിൽ വെച്ച് നടന്ന രണ്ടാം ഇൻ്റർനാഷണൽ സമ്മേളനത്തിലാണ് ത്രിവർണ്ണ പതാക ഉയർത്തിയത്. 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗാർട്ടിൽ വെച്ച് നടന്ന രണ്ടാം ഇൻ്റർനാഷണലിൻ്റെ സമ്മേളനത്തിലാണ് ത്രിവർണ്ണ പതാക ഉയർത്തിയത്. അപ്പോൾ ഇന്ത്യൻ സ്വതന്ത്ര പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ധീര വനിതകളിൽ ഒരാൾ ആരാണ്? മാഡം ഭിക്കാജി കാമയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നത് ഇന്ത്യൻ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയായിരുന്നു. ഏതാണ് സമ്മേളനം? 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗാർട്ടിൽ വെച്ചിട്ടാണ് രണ്ടാം ഇൻ്റർനാഷണൽ സമ്മേളനത്തിലാണ് ഈ ത്രിവർണ്ണ പതാക ഉയർത്തിയത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും
PSC പരീക്ഷയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.